UDF-ലെ പ്രതിസന്ധിയിലേക്ക് വരാം. അവിടെയും ഭരണത്തിലേറിയിട്ടും മുന്നണി യോഗം ചേരാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് താല്പര്യമില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. KPCCക്ക് ഒരു നാഥനെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. പലരും സ്വയം പ്രഖ്യാപിത അധ്യക്ഷ വേഷത്തിൽ അണിയറ നീക്കങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി UDF യോഗം ചേർന്നു എന്നിരിക്കട്ടെ, പല വിവാദ വിഷയങ്ങളും യോഗത്തിലേക്ക് വരാം. ചർച്ചകൾ നടക്കും, എതിർപ്പുയരും, വാർത്തയാകും, വിവാദമാകും. PMC വിഷയമൊപ്പം വിഴിഞ്ഞം, അങ്ങനെ ഒടുവിലത്തെ പ്ലീഡർ നിയമന വിവാദമടക്കം ഉയർന്നേക്കാം. മുന്നണി യോഗം ചേരേണ്ടെന്ന പിടിവാശി ആർക്കാണുള്ളത്? കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ VD സതീശന്റെ മറുപടി ഇതായിരുന്നു. കേൾക്കാം. സംഘടനാപരമായ തീരുമാനമല്ലേ. ആദ്യം നിങ്ങൾ അവരോട് പറഞ്ഞു ആ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ പറ. അതിൻ്റെ ഞങ്ങൾ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാം. അതൊന്നും ഞങ്ങൾ നോക്കിയിരിക്കുക ആരാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന്. അല്ലല്ല അത് ചെയ്യും. അല്ലല്ല അതുപോലെ ആയ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? അല്ല അവിടെ ആവാം, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ആ ചോദ്യം കൂടിയൊക്കെ ഒന്ന് ചോദിക്കേ. അത് ചോദിക്കില്ലല്ലോ, ആകെ ചോദിക്കാമല്ലോ. അല്ല, അത് ഞങ്ങളുടെ സംഘടനാപരമായ കാര്യമല്ലേ. അതെനിക്ക് കൈരളിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, KPCC പ്രസിഡന്റ് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ ചോദ്യം ശരിയല്ലല്ലോ. ആ ചോദ്യത്തിന് ഒരു ഇംപ്രോപ്പറേറ്റി ഉണ്ട്. ഞാനതിനെ ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് വിവാദമാക്കാനേ ഞാൻ എന്തെങ്കിലും ആൻസർ ചെയ്തിട്ട് ഞാനതിലൊന്നും വീഴില്ല. അത്രയും ചോദ്യങ്ങളൊന്നും. അധ്യക്ഷ സ്ഥാനം നിലവിൽ വഹിക്കുന്ന സണ്ണി ജോസഫ് മന്ത്രിയായതോടെ അദ്ദേഹത്തിന് പിടിപ്പത് പണിയുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറഞ്ഞൊഴിയുകയാണ് മന്ത്രി. അനിശ്ചിതത്വമൊന്നുമില്ല, നിശ്ചിതമുണ്ട്. അത് എത്രയും വേഗത്തിലാവും. എന്നെ പ്രസിഡന്റ് ആക്കിയത് തന്നെ ഒരു കൊല്ലത്തെ ചർച്ചയ്ക്ക് ശേഷം. ആര് പേര് പരിഗണിക്കണം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഒരുപാട് മുതിർന്ന നേതാക്കന്മാരും ചെറുപ്പക്കാരെല്ലാം കോൺഗ്രസിലുണ്ട്. ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒറ്റ പേരിലേക്ക് എത്തും. പലരും പ്രതികരിക്കുന്നുണ്ട്, ആവശ്യപ്പെടാം, പലർക്കും ആവശ്യപ്പെടാം. അദ്ദേഹം പ്രമുഖ നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, MP ആണ്, കേന്ദ്രമന്ത്രിയായിരുന്നു, AC സെക്രട്ടറി ആയിരുന്നു, പരിചിതപ്രജനാണ്. താല്പര്യം സ്വാഭാവികമല്ലേ. ഇനി UDF-ലെ രണ്ടാം കക്ഷിയെ ലീഗ് സ്വന്തം മന്ത്രിമാരുടെ യോഗം വിളിച്ച് ചേർത്തിരിക്കുകയാണ്. നാളെ പാണക്കാട് യോഗം ചേരും. ചായ സൽക്കാരം എന്ന പേരിലാണ് യോഗമെങ്കിലും സംഗതി അതല്ല. പുതുതായി അധികാരമേറ്റ ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ പലർക്കും മുറുമുറുപ്പുണ്ട്. പിന്നെ PMC, ഇതിലെല്ലാം ഒരു ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് KPCC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റ് പദവിയിൽ ആരെ പ്രതിഷ്ഠിക്കും? പലരും അങ്ങനെ കച്ചമുറുക്കി രംഗത്തുണ്ട്. കൊടുക്കൽ സുരേഷും ബെന്നി ബെഹ്നാനും ജോസഫ് വാഴക്കനും മാത്യു കുഴൽനാടനും അടക്കം അങ്ങനെ ഉടുപ്പ് തയ്പ്പിച്ച് രംഗത്തുണ്ട്. പോഷക സംഘടനകളുടെ തലപ്പത്തേക്കും ആളുകളെ നിയമിക്കേണ്ടതുണ്ട്. പിന്നെ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളൊക്കെ നടത്തുകയും വേണം. എല്ലാ കാര്യങ്ങളിലും വല്ലാത്തൊരു മന്ദതയാണ്. കാര്യങ്ങൾ അമൽ തേനമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും വിശദീകരിക്കുന്നു. അമൽ, എന്താണ് സ്ഥിതി കോൺഗ്രസിലെ? UDF അധികാരത്തിലെത്തിയിട്ട് ഇപ്പോൾ 2 മാസമാവുകയാണ്. KPCC-യുടെ അധ്യക്ഷനായ സണ്ണി ജോസഫ് മന്ത്രിയായി. അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ OJ ജനീഷ് മന്ത്രിയായി. അതോടൊപ്പം സണ്ണി ജോസഫിനൊപ്പം പ്രവർത്തിക്കുന്ന 2 വർക്കിംഗ് പ്രസിഡന്റുമാർ PC വിഷ്ണുനാഥും AP അനിൽകുമാറും മന്ത്രിമാരായി. അങ്ങനെ വളരെ തിരക്കുള്ള ജോലികളിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കടക്കുകയാണ്. ഇപ്പോൾ KPCC അധ്യക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമ്പോൾ ഏറ്റവും ആദ്യം മറുപടി പറയേണ്ടി വരുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളിലാണ്. പാർട്ടിയുടെ കാര്യങ്ങൾ അങ്ങ് വേണ്ട വിധത്തിൽ നോക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പുതിയ അധ്യക്ഷൻ എത്തും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ബെന്നി ബെഹ്നാന്റെ പേര്, അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ, VS ശിവകുമാർ, മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ പേരുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പോഴും അതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ അന്തിമഘട്ട ചർച്ചയിലേക്ക് പോകാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം ഉണ്ടായതിനു ശേഷം മുന്നണിയുടെ യോഗം ചേർന്നിട്ടില്ല. മുന്നണി യോഗം ചേർന്നാൽ മാത്രമേ ഈ ബോർഡ് കോർപ്പറേഷനുകളൊക്കെ ആർക്കൊക്കെ വീതം വെച്ച് നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. ലീഗിന് എത്ര, കേരള കോൺഗ്രസിന് എത്ര, RSPക്ക് എത്ര, കോൺഗ്രസിന് എത്ര, ഈ കാര്യങ്ങളിലെല്ലാം ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അതിനായി ആദ്യം മുന്നണി യോഗം ചേരണം. അതും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലെ മാറ്റങ്ങളുടെ കാര്യത്തിലും മെല്ലപ്പോക്ക് തുടരുകയാണ്. അധികാരത്തിലേക്ക് എത്തിയ സമയത്തുണ്ടായിരുന്ന ആവേശം എന്തായാലും അതിനുശേഷമുള്ള പാർട്ടിയിലെ പുനഃസംഘടനയുടെ കാര്യത്തിലാണ്. അങ്ങനെ കോൺഗ്രസിലെ സ്ഥിതി സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്.